നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. അവിടെ മുപ്പൈനാട് കാടാശ്ശേരിയിൽ ആടിനെ പുലി ആക്രമിച്ചു കൊന്നു. ആടിന്റെ ജഡവുമായി മേപ്പാടി വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇത് സ്ഥിരം വന്യമൃഗ ആക്രമണം നടക്കുന്ന ഒരു മേഖല കൂടിയാണല്ലോ. നാട്ടുകാർക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ടല്ലേ? വനംവകുപ്പ് എന്തെങ്കിലും കൂട് സ്ഥാപിക്കുകയോ അത്തരം തുടർ നടപടികളിലേക്ക് വല്ലതും കടന്നിട്ടുണ്ടോ? വിജയകുമാർ, ഈ വടുവഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തിനടുത്ത്, അമ്പലവയലിനടുത്താണത്. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു വന്യജീവി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പുലിയാണ് ആക്രമിച്ചത്. ഇത് 3 മാസം ഗർഭിണിയായുള്ള ആടിനെയാണ് കൊന്നിരിക്കുന്നത്. പാറക്കൽ ജാഫറിന്റെ ആടിനെയാണ് കൊന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് സ്ഥലം മൂപ്പൈനാട് കാടാശ്ശേരി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ സൺറൈസ് വാലി വനമേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കയറി വരുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇവർ ഇപ്പോൾ പ്രതിഷേധവുമായി ആടിന്റെ ജഡമടക്കം വെച്ചുകൊണ്ട് ഈ റേഞ്ച് ഓഫീസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. എന്താണ് എപ്പോഴാണ് സംഭവിച്ചത്? വീട്ടിലൊരു പുലി പൊലച്ചക്കാണ് സംഭവിച്ചത്. ഭാര്യ സൗണ്ട് കേട്ടിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ എണീച്ച് നോക്കിയപ്പോഴത്തേന് ആടിനെ വലിച്ചു പോയി. അപ്പോൾ ഞാൻ അടുത്തുള്ള ആളെ വിളിച്ച് പിന്നെ ഇങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പുലി തൂക്കിയിട്ട് പോയതാ, പാടും ഇതെല്ലാം. നേരത്തെ 5-6 മാസം മുന്നേ ഒരു കോഴിക്കോട്ടില് കൊൽക്കളത്തിൽ അംസ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടില് പുലി കയറിയിട്ട് കോഴിക്കോട്ടിൽ അകപ്പെട്ടു. അവിടുന്ന് മയക്കുമരുന്ന് വെടിവെച്ചിട്ടാണ് പുലിനെ പിടിച്ചത്. അതിനുശേഷം വേറെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ വേറൊരു പുലി കയറി. അതിനുശേഷം ഞങ്ങൾ നിരന്തരമായിട്ട് ഈ ഹൈവേയിൽ നിന്ന് ഒരു കാടാശ്ശേരി പ്രദേശത്തേക്ക് സൺറൈസ് വാലിയിലെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ നടന്നു പോകണം. ചുറ്റും കാപ്പിത്തോട്ടമായിട്ട് ഒരു റോഡിന് ഇരുവശവും കാപ്പിത്തോട്ടമാണ്. അങ്ങ് കാടാശ്ശേരി പ്രദേശം എത്തണമെങ്കിൽ അവിടെ മാത്രമേ ആൾതാമസമുള്ളൂ. അവിടെ നിരന്തരം ഈ റോട്ടിൽ പുലിയും ആനയും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഒരു പുലർച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ 2 പുലികൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഓടിക്കുക ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം ഇതിന് മതിയായ നഷ്ടപരിഹാരം തരിക. രണ്ടാമത് പുലി ഇറങ്ങിയിട്ടുള്ള പുലിനെ കൂട് വെച്ച് പിടിക്കുക. അത്രയേ ഉള്ളൂ ഞങ്ങൾ ആവശ്യം. ഇപ്പൊ ഒരു കോള് വന്നു. ഇപ്പൊ പുലി അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവന്റെ വീടിന്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പൊ പുലി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ അവിടെ ചെറുക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു അവര്. ഉണ്ട്. ഇപ്പൊ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിക്കണം എന്നാണ് ഞങ്ങളെ ആവശ്യം. ആ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നതും ആ കാര്യമാണ്. കാരണം ഇപ്പോഴും പുലിയുടെ സാന്നിധ്യം ഈ പരിസര പ്രദേശത്ത്, ജാഫറിന്റെ വീടിന്റെ പരിസര പ്രദേശത്തായിട്ട് ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നു. ഇവർക്ക് ഇപ്പോൾ ഫോണിൽ ഇപ്പൊ തന്നെ ഒരു സന്ദേശം വന്നതാണ്, ഒരു വിളി വന്നതാണ്. എന്തായാലും ആ പുലിയുടെ സാന്നിധ്യം മേഖലയിലുണ്ട്. സ്വാഭാവികമായും മറ്റു നടപടികൾ കൂട് വെച്ച് ഇതിനെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും ആ നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരൊന്നും ഇവിടെ ഇല്ല. അത്തരത്തിലൊരു ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഒന്നുമല്ല. ഇല്ലല്ല, റേഞ്ച് വരട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. സാർ വന്നിട്ട് കാത്തിരിക്കണം. ഇപ്പോൾ ഇവർ റേഞ്ച് ഓഫീസർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം തുടർ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയാൽ സ്വാഭാവികമായും ചർച്ച നടത്തുകയും പിന്നീട് കൂടുവെക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഇപ്പോഴും ആ പുലി അവിടെ ഇപ്പോഴും ആ കാടാശ്ശേരി ഭാഗത്ത് ആടിനെ ആക്രമിച്ച പുലി അതവിടെ തുടരുന്നുണ്ട്. നാട്ടുകാർ ഈ സമയത്തും അതിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഒരു കൂട് സ്ഥാപിച്ച് അതിനെ പിടികൂടണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാൽ ചർച്ചകൾ നടക്കും. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകി.